our look was like way out of the box. Oru the our frightening factor on your face, it was too good. Thank you. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാർന്നാണ് അറിഞ്ഞത്. കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡേതാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ. പിന്നെ 6 pack ആപ്സ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ചായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. പിന്നെ അതൊന്നുമില്ല, എല്ലാം പിന്നെ അഭിനയിക്കാവുന്ന ആൾക്കാർക്ക് എങ്ങനെ പോയിക്കൂടി അല്ല, അതൊക്കെ അങ്ങനെയാണ്, അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലിൽ അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായി. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമുക്കത് കട്ട് ചെയ്തു, ഭാഗ്യത്തിൽ നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കേട്ട് കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞേക്കും. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ സ്നേഹം നിങ്ങൾ ആരും വിചാരിക്കണ്ട. അല്ല, ഞങ്ങൾ പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അടുത്തത് സൂപ്പർ ഹീറോ ചെയ്യണം. സൂപ്പർ ഹീറോ ചെയ്യണം, അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. Okay, so anyway, big round of applause. Thanks a lot for being here. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം, ഹൗസ് ലൈഫ് now? Life is more peaceful and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. ഇത് രതീഷാണ് ആലോചിക്കുന്നുണ്ടോ, ഒരു 10 വർഷം കഴിയട്ടെ അപ്പൊ കൊടുക്കണ്ടായിട്ടാണ്. Wishing you both all the best for amazing life ahead. So thank you, thanks a lot today for joining. Yeah.